ഹലോ ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസ് സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്. അതിലെ പേജ് നമ്പർ 28-29 വരുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ കുറച്ചൊക്കെ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമ്മളതിൽ പേജ് നമ്പർ 28 ഒരു പ്രോബ്ലമാണ്. അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ലൈനും ഗ്രീൻ കളറിലാണ് തന്നിരിക്കുന്നത്. ഇത് ബ്ലൂ കളറിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു ഫിഗറാണ് നമുക്കതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ രണ്ട് ഗ്രീൻ ലൈൻസ്, അതായത് ഈ ലൈനും ഇത് രണ്ടും പാരലലാണെന്നാണ്. പാരലൽ എന്ന് പറയുമ്പോൾ എന്താ, കൂട്ടിമുട്ടില്ല അല്ലേ? പാരലൽ ലൈൻസാണ്. അതുപോലെ തന്നെ ഈക്വൽ ലെങ്ത് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഈക്വൽ എന്നുള്ള സൈൻ കാണിക്കുക. ഞാൻ രണ്ടും ഒരു വര അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് രണ്ടും ഈക്വലാണ്. ഇനി അവർ പറയാണ് ഈ ഗ്രീൻ ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ബ്ലൂ ലൈൻ്റെ END എന്നാണ്. പിന്നെ ഒരു ക്ലൂവും കൂടെ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ബ്ലൂ ലൈൻ്റെ മിഡ് പോയിൻ്റിൽ നിന്നാണ്. മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നടുഭാഗത്തുനിന്ന്. ഓക്കെ, അപ്പോൾ ഈ നടുഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആർ ദ ലെങ്ത് ഓഫ് ദ റെഡ് ലൈൻ ഇൻ ദ പിക്ചർ ഈക്വൽ? ഈ റെഡ് ലൈൻസ് ഉണ്ടല്ലോ, ഇതും അത് ഈക്വൽ ആണോ എന്ന് നമ്മൾ ആണെങ്കിൽ എന്തുകൊണ്ട്, വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അതായത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്, ഈ രണ്ട് റെഡ് ലൈൻസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ആർ ദ റെഡ് ലൈൻസ് പാരലൽ? ഈ റെഡ് ലൈൻസ് പാരലൽ ആണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അത്? ആർ ദ ലെങ്ത് ഓഫ് ദ റെഡ് ലൈൻസ് ഇൻ ദ പിക്ചർ ഈക്വൽ? ഈ റെഡ് ലൈൻസിൻ്റെ ലെങ്ത് ഈക്വൽ ആണോ എന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. ABCDE ഇങ്ങനെ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു രണ്ട് ട്രയാങ്കിളാണ് അല്ലേ? നമുക്ക് നോക്കുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിളുകളുടെ ഒരു സൈഡല്ലേ ഈ BC, അതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡല്ലേ ഈ ED എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് സൈഡുകൾ അവർ ഈക്വൽ ലെങ്ത് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? SSS റൂൾ ഉപയോഗിക്കും, അതുപോലെ തന്നെ ASA റൂൾ ഉപയോഗിക്കും, അതുപോലെ തന്നെ SAS റൂൾ ഉപയോഗിക്കും. SSS എന്ന് പറഞ്ഞാൽ ഇതിലെ മൂന്ന് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. സൈഡുകൾ പ്രൂവ് ചെയ്യുക, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. ASA എന്ന് പറഞ്ഞാൽ ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇപ്പോൾ ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇപ്പോൾ ഈ സൈഡ് എടുക്കണമെങ്കിൽ അതിൻ്റെ അറ്റത്ത് വരുന്ന ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ SAS റൂളുണ്ട്. SAS റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൈഡ് ആംഗിൾ സൈഡ്, അതായത് ഇപ്പോൾ ഈ സൈഡും അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ ഇത് അല്ലേ? അതായത് ഈ സൈഡ് BA, ഈ സൈഡ് AC, അതിനിടയിൽ വരുന്ന ആംഗിൾ ഏതാ? ആംഗിൾ A. അപ്പോൾ BA എന്ന് പറയുന്ന ആംഗിളും CA എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ആംഗിൾ A ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സൈഡിലും ഏതാണ്? EC ഈക്വൽ ടു CD എന്നും പ്രൂവ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ആംഗിൾ ECD എന്ന് പറയുന്ന ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SAS റൂൾ വെച്ചിട്ട് അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. മറ്റേ സൈഡ് എന്ന് പറയുമ്പോൾ മൂന്ന് സൈഡും ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ SAS റൂൾ എന്ന് പറയും നമ്മളതിനെ. ASA റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് എടുക്കുക. അപ്പോൾ ഞാൻ ഈ സൈഡ് എടുത്തു ട്രയാങ്കിളിൻ്റെ, ആ സൈഡിൻ്റെ രണ്ടറ്റത്ത് വരുന്ന ആംഗിൾസ് ഉണ്ടാവില്ലേ? അപ്പോൾ ASA എന്ന് നമുക്ക് പറയാം. ഇനി SAS എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ട് ആംഗിളുകൾ ഇതും അല്ലേ? SAS എന്ന് പറയുമ്പോൾ രണ്ട് സൈഡുകൾ, അതായത്
ഇതും അല്ലേ, ഇത് രണ്ട് സൈഡുകളല്ലേ, അതായത് എ ബിയും ബി സിയും. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ആംഗിൾ, അതായത് ആംഗിൾ എ ബി സി. അതുപോലെ സൈഡ് എ ബി ഈക്വൽ ടു സൈഡ് ബി സി, അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ എ ബി സിയും ഇതും ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏതാണ് ഈ റൂൾ ഉപയോഗിക്കാം, SAS റൂൾ ഉപയോഗിക്കാം. അതായത് രണ്ട് സൈഡ്, അതാണ് ഈ 2S, അതിൻ്റെ ഇടയിലാണ് ഈ എ കിടക്കുന്നത് അല്ലേ, ഇടയിൽ വരുന്ന ഈ ആംഗിൾ എ ഈക്വലാണ്. അങ്ങനെ പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ റൂൾ വെച്ചിട്ട് ഇത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എളുപ്പത്തിന് നമുക്കിത് നോക്കുമ്പോൾ അവർ തന്നിട്ടുണ്ടല്ലേ, ഈ ഗ്രീൻ ലൈൻസ് ഈക്വൽ ലെങ്ത് ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സൈഡ് ബി എ ഇസ് ഈക്വൽ ടു സൈഡ് ഇത് EC അല്ലേ. അപ്പോൾ അത് ഗിവൺ ആണ്, അവരത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് AC ഈക്വൽ ടു CD എന്ന് എഴുതിക്കൂടെ, സൈഡ് AC ഇസ് ഈക്വൽ ടു സൈഡ് CD എന്ന് എഴുതാം. അതായത് ഈ സൈഡും ഈക്വൽ ആണെന്നാണ് പറയണത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്നത് ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്നാണ്, ഈ ബി എന്ന് പറഞ്ഞ, അതായത് ഈ ബ്ലൂ ലൈനിൻ്റെ മിഡ് പോയിൻറ്റ്. അപ്പോൾ മിഡ് പോയിൻ്റ് എന്നാണ് വരച്ചിരിക്കണമെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങൾ തുല്യമായിരിക്കും അല്ലേ, അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് എന്താണ്, C ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AD അല്ലേ, ADയുടെ മിഡ് പോയിൻ്റാണ് നമ്മുടെ എന്ത് C എന്ന് പറയുന്നത്. അപ്പോൾ ACയും CDയും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, രണ്ട് സൈഡുകൾ ഈക്വലാന്ന് കിട്ടി, ഈ സൈഡും ഈ സൈഡും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ രണ്ട് സൈഡുകൾ ഈക്വലാന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിളും ഈക്വലാന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ റൂൾ വെച്ചിട്ട്, അതായത് SAS റൂൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഈ ആംഗിളുകൾ ഈക്വലാണെന്ന് കാണിക്കണം അല്ലേ. അപ്പോൾ ഈ ആംഗിളുകൾ ഈക്വലാണെന്ന് കാണിക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്, ഈ ആംഗിളും നോക്കിയേ, ഇതിപ്പോൾ ഒരു പാരലലായി ഞാനിതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് പോകുന്നൊരു ലൈനല്ലേ ഈ AD എന്ന് പറയുന്ന ഇത്, അതായത് ഈ BA എന്ന് പറയുന്നതിനെ ഞാൻ നീട്ടി വരച്ചു, ഈ പാരലൽ ലൈനിനെ. EC എന്ന് പറയുന്ന ലൈനിനെ നീട്ടി വരച്ചു. എന്നിട്ടപ്പോൾ ഈ ലൈൻ നോക്കൂ, പാരലൽ ലൈനെ കട്ട് ചെയ്യണ ഒരു ലൈനല്ലേ AD. അപ്പോൾ നോക്കിയേ, ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലാന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ ECD എന്ന് എഴുതാം അല്ലേ. BAC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ECD എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, അത് ഈക്വലാണ്. കാരണം എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ എന്താണ്, ഈക്വൽ ആണെന്ന്. അപ്പോൾ നമുക്കത് കിട്ടി. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ECD ആർ ഈക്വൽ ട്രയാങ്കിൾസ് അക്കോർഡിംഗ് ടു വിച്ച് റൂൾ, ഏത് റൂൾ അനുസരിച്ച് നമ്മൾ പ്രൂവ് ചെയ്തേ, SAS റൂൾ അല്ലേ. SAS റൂൾ അനുസരിച്ച് ഇതെന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇത് വരുന്നത്, ഒരേ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ ഈക്വലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്കിങ്ങനെ എഴുതിയൂടെ, സൈഡ് BC ഇസ് ഈക്വൽ ടു സൈഡ് ED. ഇത് ഈ റെഡ് ലൈനുകൾ കൊടുത്തിട്ടുള്ള ലൈനില്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് റെഡ് ലൈനിൽ കാണിച്ചിട്ടുണ്ട്. അതായത് BCയും EDയും അത് എന്താണ്, ഈക്വലാണ്. കാരണം എന്താ, കാരണം കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സുകളല്ലേ അവർ, ഇത് രണ്ടും ഈക്വലാണ് നമ്മൾ പ്രൂവ് ചെയ്തു. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രണ്ട് ആംഗിൾ ഈക്വൽ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ അപ്പോൾ ഈക്വൽ ആയിരിക്കും. അങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾ, ഈ ഈക്വൽ ട്രയാങ്കിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൈഡുകളാണ്, അങ്ങനെയും നമുക്കിതിനെ പറയാം.
അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അതായത് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് സെയിം ആംഗിൾസ് അല്ലേ, സെയിം ആംഗിൾ മെഷർമെൻറ്റുള്ള ആംഗിൾസിൻ്റെ ആംഗിൾസ് ഹാവിങ് സെയിം മെഷർമെൻറ്റ് ഓഫ് എ 2 ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ 2 ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഒരേ ഇതിൽ വരുന്ന ആംഗിൾസിൻ്റെ സെയിം ആംഗിൾസുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളാണെന്നും എഴുതാം, അല്ലെങ്കിൽ 2 ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സുകളാണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അവർ ഈക്വലാണ്. ഇനി അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അതാണ് നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആർ ദ ലെങ്ത് ഓഫ് റെഡ് ലൈൻസ് ഈക്വൽ അല്ലേ, അത് ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് അവർ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ബി സി എന്ന് പറയുന്ന സൈഡും ഇ ഡി എന്ന് പറയുന്ന സൈഡും പാരലൽ ആണോ എന്നാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് അല്ലേ, അതായത് ഈ 2 സൈഡും അതിനിടയിൽ കിടക്കുന്ന ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ട് ഏത് റൂൾ വെച്ചിട്ടാണ്? SAS റൂൾ വെച്ചിട്ട് ഈ 2 ട്രയാങ്കിൾസ്, ഏത് ട്രയാങ്കിൾസാണ്? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ സി ഇ ഡി ആർ ഈക്വൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ 2 സൈഡുകൾ പാരലൽ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ബി സി പാരലൽ ടു ഇ ഡി, അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ 2 സൈഡുകളും ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഈ പച്ച ലൈൻസ് അതിൻ്റെ ഈ രണ്ടും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഈ 2 സൈഡുകൾ സെയിം ആണ്. അപ്പോൾ ആ 2 സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ അല്ലേ, ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കില്ലേ? കാരണം എന്താ? ആംഗിൾ ഓപ്പോസിറ്റ് ടു സെയിം സൈഡ് അല്ലേ. അപ്പോൾ അതായത് ഈ 2 സൈഡുകൾ ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ആംഗിൾ ബി സി എ ഈക്വൽ ടു ആംഗിൾ ഇ ഡി സി. ബി സി എ ഈക്വൽ ടു ആംഗിൾ ഇ ഡി സി, അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താ? റീസൺ നമുക്കറിയാം അല്ലേ, സെയിം സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ്. അതായത് 2 ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ സൈഡുകളുടെ സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ സൈഡ്സ് ഹാവിങ് സെയിം ലെങ്ത് അല്ലേ, സെയിം ലെങ്ത് ഉള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് വന്ന ആംഗിൾസ് ആണ് ഇവർ 2 പേരും. അപ്പോൾ അത് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഈക്വൽ ആണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഈ 2 റെഡ് ലൈൻ, അപ്പോൾ നമ്മൾ ഈ റെഡ് ലൈനെ മാത്രം വരയ്ക്കുകയെന്ന് വിചാരിക്കാം. അതായത് ബി സി, ഇത് നമ്മുടെ ഇ ഡി, ഈ 2 റെഡ് ലൈൻ, അതിനെ കട്ട് ചെയ്യുന്ന ഈ ലൈൻ ഉണ്ടല്ലോ ബ്ലൂ ലൈൻ, ഈ ബ്ലൂ ലൈൻ അതിനെ കട്ട് ചെയ്ത് പോകുന്നതല്ലേ. അപ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു പാരലൽ ലൈനിനെ കട്ട് ചെയ്ത് പോകുന്ന ആംഗിളിൻ്റെ ഇവിടെയും വരുന്ന ആംഗിൾ ഈക്വൽ ആണെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. ഈ 2 ആംഗിളാണ് നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തത്. ഈ 2 ആംഗിൾ എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെങ്കിൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾക്കറിയാം, അതെ നമ്മൾ ഓൾറെഡി ഇത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഈക്വൽ ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെ 2 ലൈനുകളെ കട്ട് ചെയ്യുന്ന ലൈനിൻ്റെ ഈ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ഇത് രണ്ടും പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? അപ്പോൾ നമുക്ക് എഴുതാം ബി സി പാരലൽ ടു ഇ ഡി. എന്താണ് ഈ ലൈൻ? എന്താ ഈ ലൈനിൻ്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ബ്ലൂ ലൈൻ എ ഡി കട്ട്സ് ദ ലൈൻസ് ബി സി ആൻഡ് ഇ ഡി അല്ലേ, കട്ട്സ് ദ ലൈൻ. അതായത് എ ഡി എന്ന് പറയുന്ന ലൈൻ ബി സി എന്ന് പറയുന്ന ലൈനിനെയും ഇ ഡി എന്ന് പറയുന്ന ലൈനിനെയും കട്ട് ചെയ്യുന്നു അല്ലേ. കട്ട് ചെയ്തിട്ട് കട്ട് ദ ലൈൻ ബി സി ആൻഡ് ഇ ഡി ആൻഡ് ദ ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ, ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആംഗിൾ ഏതൊക്കെയാണ്? എ സി ബി ആൻഡ് ആംഗിൾ ഇ ഡി സി
EDC are equal. അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സോ BC പാരലൽ ടു ED. അതുകൊണ്ട് എന്താ എഴുതാം നമുക്ക്? BC EDക്ക് പാരലൽ ആണെന്ന് എഴുതാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഈക്വലാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഈക്വൽ സൈഡാണ് ഈ ഗ്രീൻ വരുന്നത് അല്ലേ? ആ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളാണ് ഇതൊക്കെ ഈ BCAയും ഈ സൈഡിൽ ഈ ഗ്രീനിന് ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? EDCയും. അപ്പോൾ ആ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ഈക്വൽ ആയിരിക്കുമല്ലോ. കാരണം എന്താ? ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വലാണ്. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലങ്ങളിലൊക്കെ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അത് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഇത് പാരലൽ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഈ റെഡ് ലൈൻസുകൾ, അതായത് BC എന്ന് പറയുന്ന ലൈനും ED എന്ന് പറയുന്ന ലൈനും നമുക്ക് പാരലൽ ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അത് വരച്ചിട്ട് ഈ ബ്ലൂ ലൈൻ അതിനെ കട്ട് ചെയ്ത് പോകുന്നതല്ലേ, അത് ഞാൻ സെപ്പറേറ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. BCനെയും EDനെയും ബ്ലൂ ലൈൻ കട്ട് ചെയ്ത് പോകുന്നു. നമ്മുടെ ബ്ലൂ ലൈൻ ഏതാ? AD. അതുതന്നെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, AD. ഓക്കെ, ആ ബ്ലൂ ലൈൻ. അപ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ രണ്ട് ആംഗിൾസ് ഈക്വലാന്ന് ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ ആംഗിൾ നമ്മൾ എന്താ പറയാറ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻ എന്തായിരിക്കും? പാരലലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? BC പാരലൽ ടു ED എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.